Hi dear children, welcome back to our English online class. From the last class, we started to study our third unit, that is seeds and dates. In the last class, we discussed about the introductory part of the third unit, that is smart work versus hard work. It was a moral story, and we realized the anecdote that conveyed for us. Today, we are going to study the first lesson of the third unit, that is the light on the hills. It was also a story. Before entering into the lesson, we can discuss about the author. Here, the author is Lucy Clifford. Lucy Clifford is born on 1846, better known as Mrs. W.K. Clifford, was a British novelist and journalist, and the wife of William Kingdon Clifford. Her best-known story, Mrs. Kate's Crime in 1885, was followed by several other volumes. She also wrote The Last Touches and Other Stories in 1892 and Mere Stories in 1896 and a play, A Woman Alone, in 1898. She is most often remembered as the author of the Anyhow Stories, Moral and Otherwise, in 1882, a collection of stories written for children. That is about the author. Now we can go to the introduction. All of you take your English textbook and turn page number 84. The introduction is, you have read the anecdote smart work versus hard work, haven't you? Smart work done with dedication brings success and happiness. Read the story about a boy who wanted to paint a beautiful picture. Let's find out what inspired him in his journey. You have read the anecdote smart work versus hard work. നമ്മൾ കഴിഞ്ഞ ഇൻട്രോഡക്ടറി പാർട്ടിൽ പഠിച്ചിരുന്നു സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു മോറൽ സ്റ്റോറിയെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ അനക്ഡോട്ട് എന്താണ് നമുക്ക് കൺവേ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അവിടെ പറയുന്നു സ്മാർട്ട് വർക്ക് ഡൺ വിത്ത് ഡെഡിക്കേഷൻ ബ്രിങ്സ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ഏതൊരു വർക്കും നമ്മൾ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് എന്താണ് സന്തോഷവും വിജയവും ഉണ്ടാവും. റീഡ് ദ സ്റ്റോറി അബൌട്ട് എ ബോയ് ഹു വാണ്ടഡ് ടു പെയിൻറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇവിടെ ഒരു വളരെ മനോഹരമായൊരു പിക്ചർ പെയിൻറ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇൻസ്പയർ ഹിം ഇൻ ഹിസ് ജേർണി. അവൻ്റെ ജീവിതയാത്രയിൽ അവൻ എന്താണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. There are two main characters in this story, a little boy and his sister. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളാണ്, ഒരു കുട്ടിയും അതിൻ്റെ സഹോദരിയും. The boy is very good in his drawing. കുട്ടിയാണെങ്കിലോ ആൺകുട്ടിയാണെങ്കിൽ വളരെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൽ വളരെ സമർത്ഥനാണ്. His sister inspired him to draw new pictures. ആ കുട്ടിയുടെ സിസ്റ്റർ ആണെങ്കിൽ അവനെ ഒരുപാട് പ്രചോദിപ്പിക്കുക, ഇൻസ്പയർ ചെയ്യിക്കുക. എന്തിനാ? കൂടുതൽ ചിത്രങ്ങൾ മനോഹരമായിട്ട് വരയ്ക്കാൻ. ഇവിടെ അവർ തമ്മിലുള്ള കോറിലേഷൻ എന്താണ് ആ കുട്ടിയുടെ പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് നമുക്ക് കഥയിലൂടെ മനസ്സിലാക്കാം. Now we can study the story. Listen to your textbook. Turn page number 84. I want to work at my picture, he said, and went into the field. The little sister went too and stood by him watching while he painted. I want to work at my picture, he said. എനിക്ക് എൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട്. ഐ വോണ്ട് ടു വർക്ക് അറ്റ് മൈ പിക്ചർ. എനിക്ക് എൻ്റെ പിക്ചറിൽ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. ആര് പറഞ്ഞു? ആൺകുട്ടി പറഞ്ഞു. ഹി സാഡ് ആൻഡ് വെൻറ്റ് ഇൻ ടു ദ ഫീൽഡ്. പുറത്തേക്ക് പോയി.
ദ ലിറ്റിൽ സിസ്റ്റർ വെൻറ്റ് ടു. അവൻ്റെ കുഞ്ഞനിയത്തി എന്ത് ചെയ്തു? കൂടെ പോയി. ആൻഡ് സ്റ്റുഡ് ബൈ ഹിം. അവൻ അരികിലായിട്ട് നിന്നു. വാച്ചിങ് വൈൽ ഹി പെയിൻറ്റഡ്. അവൻ പെയിൻറ് ചെയ്യുമ്പോൾ അത് സശ്രദ്ധം നിരീക്ഷിച്ചുകൊണ്ട് സഹോദരി കൂടെ തന്നെ നിന്നു. ഷീ കെയർഫുള്ളി വാച്ചിങ് ഹിസ് ഡ്രോയിങ്. അവൻ്റെ പെയിൻറ്റിങ് അവൻ വളരെ സശ്രദ്ധം ശരിക്കും നോക്കി കാണുകയായിരുന്നു. The trees are not quite straight, she said. Oh, dear brother, the sky is not blue enough. എന്നിട്ട് അതിൽ കാണുന്ന ഓരോ അപാകതകൾ അവൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. The trees are not quite straight. മരങ്ങളൊന്നും നീ വരച്ചിരിക്കുന്നത് മരങ്ങളൊന്നും അത്ര സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. She said, oh, dear brother, the sky is not blue enough. ഈ ആകാശത്തിൻ്റെ നീല നിറവും മതിയാകുന്നില്ല. ഈ പെയിൻ്റ് അടിക്കുന്നതിൽ കുറച്ച് തെറ്റുകൾ കുട്ടിയെ സഹോദരനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇറ്റ് വിൽ ഓൾ കം റൈറ്റ് സൂൺ, ഹി ആൻസേർഡ്. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്? ഇറ്റ് വിൽ ഓൾ കം റൈറ്റ് സൂൺ. അതൊക്കെ ഇപ്പം ശരിയാവും. ഹി ആൻസേർഡ്. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്? അതിനേക്കാൾ എന്തെങ്കിലും കുറച്ച് നല്ലതെന്തെങ്കിലും നിനക്ക് പറയാം. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്? ഇതിലും ഉപകാരം കുറച്ചുകൂടി നല്ല രീതിയിൽ ഞാൻ അത് ശരിയാക്കും. ഇപ്പോൾ ഓ യെസ് ഷീ സെഡ്. അന്ന് ശരി. വണ്ടറിങ് ദാറ്റ് ഷീ വുഡ് ഈവൻ ആസ്ക്. പറഞ്ഞു എന്താ? വണ്ടറിങ്, അതിശയം. അതെയോ, ഇനിയും ശരിയാവും അല്ലേ? ലെറ്റ് us വെയിറ്റ്. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. അവൾ പറഞ്ഞു, ഈ ഒരു ചിത്രം കാണുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകണം. ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ വെർ ഇൻ ദ ഫീൽഡ്. അവർക്ക് തോന്നണം അവരിങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുകയാണ്, പുറത്ത് നിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകണം. അതായത് ആ പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ ഒരു സീനറിയാണ്, അതായത് ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ അദ്ദേഹം ആ കുട്ടി പെയിൻറ് ചെയ്യുന്നത്. അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ തോട്ടത്തിലോ അല്ലെങ്കിൽ ആ ഫീൽഡിൽ ആ സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നണം. അത്രയ്ക്കും ഒറിജിനാലിറ്റിയുള്ള, അത്രയ്ക്കും തന്മയത്വമാർന്ന രീതിയിൽ വേണം പെയിൻറ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് സഹോദരി കുട്ടിയോട് പറയുകയാണ്. കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ തിരിച്ച്, ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി? അപ്പം ഞാനിത് ചീത്തയായിട്ട് ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി, ഞാനിത് വൃത്തിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി? അപ്പോൾ അവർക്ക് സന്തോഷം കാണത്തില്ലായിരിക്കും അല്ലേ ഇത് കാണുമ്പോൾ? അപ്പോൾ സിസ്റ്റർ പറയുന്നു, ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. ഷീ ആൻസേർഡ്. And for this reason, they will like your work. Look up, she said suddenly. Look up at the light upon the hills. And they stood together looking at all he was trying to paint. At the trees and the field, at the deep shadows and the hills beyond, and the light that rested upon them. The sunlight was glimmering. The leaves were rustling. They could hear a stream rippling somewhere. അപ്പോൾ സഹോദരി പറയുകയാണ്, ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി, ഇഫ് യു ഡു യുവർ വർക്ക്, നീ നിൻ്റെ ജോലി ചെയ്യുകയാണെങ്കിൽ, എങ്ങനെ ചെയ്യുകയാണെങ്കിൽ? വിത്ത് ഡെഡിക്കേഷൻ, ആത്മാർത്ഥതയോടെയും, ആൻഡ് ഓണസ്റ്റി, സത്യസന്ധതയോടെയും ചെയ്യുകയാണെങ്കിൽ, പീപ്പിൾ വിൽ നോ, ആളുകൾക്ക് മനസ്സിലാവും, ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്, എത്ര കഠിന പരിശ്രമമാണ് നീ ഇതിന് പിന്നിൽ നടത്തിയതെന്ന് അവർക്ക് മനസ്സിലാവും. ഷീ ആൻസേർഡ്. അപ്പം നമ്മൾ എന്ത് വർക്ക് ചെയ്യണമെങ്കിൽ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക. ആൻഡ് ഫോർ ദിസ് റീസൺ, നീ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയ പിക്ചറാണ് എന്ന കാരണത്താൽ ദേ വിൽ ലൈക്ക് യുവർ വർക്ക്, അവർ നിന്റെ ഈ വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ലുക്ക് അപ്പ്, ഷീ സെഡ് സഡൻലി. പെട്ടെന്ന് നോക്കൂ. ലുക്ക് അപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്, മലകൾക്ക് അപ്പുറത്തുള്ള ലൈറ്റ് നീ നോക്കൂ. ആൻഡ് ദേ സ്റ്റുഡ് ടുഗദർ ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈങ് ടു പെയിൻറ്റ്. അങ്ങനെ ഓരോ കാര്യങ്ങളും, അവൾക്ക് ചുറ്റുമുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അറ്റ് ദ ട്രീസ്, മരങ്ങൾ നോക്കുക. ആൻഡ് ഫീൽഡ് നോക്കുക. അറ്റ് ദ ഡീപ് ഷാഡോസ്, നിഴലുകൾ നോക്കുക. ആൻഡ് ദ ഹിൽസ് ബിയോണ്ട്, അതിന് പുറകിലുള്ള കുന്നുകൾ നോക്കുക.
ആൻഡ് ദ ലൈറ്റ് ദാറ്റ് റെസ്റ്റഡ് അപ്പോൺ ദം. അവിടേക്ക് അടിക്കുന്ന ലൈറ്റുകൾ നോക്കുക. ഇതിൻ്റെ എല്ലാം ഒറിജിനാലിറ്റി നീ മനസ്സിലാക്കുക. നന്നായി ആത്മാർത്ഥമായി മനസ്സിലെത്തി ഒന്ന് മനസ്സിലാക്കി കാണുക. ദ സൺലൈറ്റ് വാസ് ഗ്ലിമ്മറിങ്. അതായത് വൈകിട്ടാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ എന്താണ്? സൂര്യപ്രകാശം, സൂര്യൻ്റെ ആ വെയിൽ അല്പം ഒന്ന് മങ്ങിയിട്ടുണ്ട്. ഗ്ലിമ്മറിങ്, മങ്ങിയിട്ടുണ്ട്. ദ ലീവ്സ് വെർ റസ്ലിംഗ്. ഇലകൾ തമ്മിലൊരു മർമ്മരം, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുന്നതാണ് മർമ്മരം, ഇലകളുടെ മർമ്മരം കേൾക്കാം. ദേ കുഡ് ഹിയർ എ സ്ട്രീം റിപ്ലിംഗ് സംവെയർ. എവിടെയോ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നത് കേൾക്കാം. ഇതെല്ലാം അതായത് ഒരു സീനറി നമ്മൾ വരയ്ക്കുമ്പോൾ ആ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒബ്സർവേഷൻ ഈസ് ദ ബെസ്റ്റ് കീ ടു ഡ്രോ എ പിക്ചർ. നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക. ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വിത്ത് മോസ്റ്റ് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി. വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്ത് ആ ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനാലിറ്റി എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ട് ആ മനസ്സിൽ നിന്നുള്ളത് വേണം നമ്മുടെ ചിത്രങ്ങളായിട്ട് പുറത്തേക്ക് വരാൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ഗേൾ സെഡ്. വളരെ മനോഹരമായ ഒരു ലോകമല്ലേ നമ്മുടേത്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. അതിനെ മനോഹരമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ബോയ് എക്കോഡ് സാഡ്ലി. വളരെ വിഷമത്തോടെ കുട്ടിയും പറഞ്ഞു ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. ഇത് വളരെ മനോഹരമായ ഒരു ഒരു ലോകം തന്നെയാണ്. അവൻ വീണ്ടും ഇവിടെ എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ്? അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ശരിയാ, ഇത് വളരെ മനോഹരമായ ലോകം തന്നെയാണ്. ഇറ്റ് ഈസ് എ സിൻ ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റെപ്രസെന്റ് ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി. ഈ ഇത്രയും മനോഹരമായ ഒരു ലോകത്തെ വൃത്തികേടായിട്ടും അപൂർണമായും പ്രസന്റ് ചെയ്താൽ അതെന്താണ്? ഒരു സിന്നാണ്, പാപം തന്നെയാണ്. ഇറ്റ് ഈസ് എ സിൻ. ഇതൊരു പാപം തന്നെയാണ്. എന്താ? ഇതിനകത്ത് ഇവിടെ കാണുന്ന പ്രകൃതിരമണീയമായ ഓരോ കാഴ്ചകളെയും വളരെ വൃത്തികെട്ട രീതിയിലും അപൂർണമായും നമ്മൾ പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു പാപം തന്നെയാണ്. ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ? ആസ് ദ ലിറ്റിൽ സിസ്റ്റർ. എല്ലാ കാര്യങ്ങളെയും ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ? എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ പ്രതിഫലനം എന്താണ്? അത് വളരെ ഒരു പാപമാണ്. കൊണ്ട് നമ്മളെല്ലാം നന്നായി ചെയ്യണം. ഐ ഗെറ്റ് സോ ടയർഡ് ഹി സെഡ്. എനിക്കങ്ങ് ഭയങ്കര ക്ഷീണം, ഞാനങ്ങ് പെട്ടെന്ന് ക്ഷീണിതയായി. ഐ ഗെറ്റ് സോ ടയർഡ്. എനിക്കിപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ഐ ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്. ഞാൻ ടു സ്റ്റോപ്പ് ടു സംതിങ്. ഈ ജോലി ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഡു യു ഡു വെൻ യു വാണ്ട് ടു ഡു യുവർ ബെസ്റ്റ്? യുവർ വെരി വെരി ബെസ്റ്റ്, ഹി ആസ്ക്ഡ് സഡൻലി. നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ, അതായത് എനിക്കിപ്പോൾ ഭയങ്കര ക്ഷീണമായി. ഐ ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്. എനിക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ വയ്യ. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ് എൻ്റെ പണി. വാട്ട് ഡു യു ഡു? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൻ യു വാണ്ട് ടു ഡു യുവർ ബെസ്റ്റ്, യുവർ വെരി 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 ബെസ്റ്റ്, ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹി ആസ്ക്ഡ് സഡൻലി. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതായത് വളരെ നല്ല കാര്യം ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുക? എന്ത് ചെയ്യണം? ചെയ്താലാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ചെയ്യേണ്ടത്? സിസ്റ്റർ പറയുകയാണ്, ഐ തിങ്ക് ഇഫ് ഐ വാണ്ട് to do my very very best, then I will do it for the people I love. I think, ഞാൻ കരുതുന്നു, I want to do my very very best. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ then I will do it for the people I love. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പെർഫെക്ഷൻ വരും. ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോഴല്ല, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ എന്ത് വരും? കുറേ നല്ല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും. അതിനകത്ത് ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷീ ആൻസേർഡ്, ഇറ്റ് മേക്സ് യു വെരി സ്ട്രോങ്. അത് നിന്നെ കൂടുതൽ ബലവാനാക്കും. ഇഫ് യു തിങ്ക് ഓഫ് ദം, നീ അവരെ പറ്റി ഓർത്തു നോക്കുക. യു ക്യാൻ ബെയർ പെയിൻ, നിനക്ക് വേദനകൾ
യു ക്യാൻ ബിയർ സഹിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ആ വേദനകളെല്ലാം സഹിക്കാൻ പറ്റും. ആൻഡ് വോക്ക് ഫോർ മുന്നോട്ട് പോകാൻ സാധിക്കും. എങ്ങനെ? നിൻ്റെ പ്രവൃത്തികളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സോ സൂൺ. നീ പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണിക്കില്ല. ഇപ്പോൾ നിനക്ക് താല്പര്യം നിനക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടല്ല നീ ചെയ്യുന്നത്. നീ ഒരു പടം വരയ്ക്കുന്നു, നീ ചിത്രം വരയ്ക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ അതിനകത്തെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് പെട്ടെന്ന് ക്ഷീണം വന്നു, നീ വർക്ക് ഇവിടെ നിർത്താൻ പോകുന്നു. പക്ഷേ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ ഓർത്തുകൊണ്ട് നീ ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സോ സൂൺ, പെട്ടെന്ന് നീ തളരുകയില്ല, നിനക്ക് ക്ഷീണം തോന്നുകയും ഇല്ല. ഹി തോട്ട് ഫോർ എ മൊമെൻറ്റ്, അവൻ ഒരു നിമിഷം ചിന്തിച്ചു. ദെൻ ഐ ഷുഡ് പെയിൻറ്റ് മൈ പിക്ചർ ഫോർ യു, ഹി സെഡ്. പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു ചിത്രം പെയിൻറ്റ് ചെയ്യാം നിനക്ക് വേണ്ടി. ഐ ഷുഡ് തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം ഐ എം ഡൂയിങ് ഇറ്റ്. ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നിന്നെ മാത്രമേ ഓർക്കുന്നുള്ളൂ. കാരണം ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വന്തം സഹോദരിയാണ്. അവളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവൾക്ക് വേണ്ടി അവളെ ഓർത്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം എന്നവൻ പറഞ്ഞു. Once more they looked at the hills that seemed to rise up out of the deep shadow into the light, and then together they went home. Once more they looked at the hills. അവർ ഒന്നുകൂടി ആ കുന്നുകളിലേക്ക് നോക്കി. That seemed to rise up out of deep shallow. ആ നിഴലുകൾക്ക് നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ആ പൊങ്ങി നിൽക്കുന്ന നിഴലുകൾക്ക് പിന്നിൽ അല്പ വെളിച്ചത്തിൽ പൊങ്ങി നിൽക്കുന്ന ആ കുന്നുകളിലേക്ക് നോക്കി, അതിൻ്റെ ലൈറ്റുകളിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നിട്ട് ആൻഡ് ദെൻ ടുഗദർ ദേ വെൻ ഹോം, അവർ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ആ പ്രകൃതി എങ്ങനെ വരണം എന്നതിനെ കുറച്ചുകൂടി ഒന്ന് ഉൾക്കൊണ്ട് ഒന്നുകൂടി കണ്ട് കുറച്ചു നേരം അവിടെ ആ ഹില്ലുകളിലൊക്കെ നോക്കി നിന്നിട്ട് അവർ വീട്ടിലേക്ക് പോന്നു. സൂൺ ആഫ്റ്റർവേർഡ്സ് എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദെയർ ഫാമിലി. സൂൺ ആഫ്റ്റർവേർഡ്സ്, പെട്ടെന്ന് തന്നെ എ ബിഗ് ട്രാജഡി മീൻസ് ദുരന്തം, ഒരു വലിയ ദുരന്തം സ്ട്രക്ക് ദെയർ ഫാമിലി, അവരുടെ കുടുംബത്തിലേക്ക് വന്നു പതിച്ചു. വളരെ പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾക്ക് വേണ്ടി അവളെ മനസ്സിലോർത്തുകൊണ്ട് ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്വന്തം സഹോദരിയാണ്. ആ സഹോദരിക്ക് വേണ്ടി ഞാൻ ഒരു ചിത്രം വരയ്ക്കാം, അവളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് എത്രത്തോളം മനോഹരമാകുമെന്ന് നോക്കാം. അതിനുവേണ്ടി ആ പ്രകൃതിയെയും ആ നിഴലുകൾക്ക് അപ്പുറത്ത് വെളിച്ചത്തിൽ കാണുന്ന ആ കുന്നുകളുടെ ഭംഗിയെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിലേക്ക് വരികയും പെട്ടെന്ന് തന്നെ അവൻ്റെ കുടുംബത്തിൽ ഒരു ഭയങ്കര ദുരന്തം സംഭവിക്കുകയും ചെയ്തു. ഓൺ നൈറ്റ് വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ്, ഒരു രാത്രി അവരുടെ ആ കുടുംബം ഉറങ്ങുകയായിരുന്നു. ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്. അവൻ്റെ കുഞ്ഞു സഹോദരി ഉറക്കത്തിൽ മരിച്ചുപോയി. ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്. അവളുടെ ഉറക്കത്തിൽ അവൾ അവൾ പോലും അറിയാതെ അവൾ മരണത്തിലേക്ക് പോയി. The mother explained to the brother, "Son, your little sister wandered into another world and journeyed on so far that she lost the clue to earth and could not be back anymore." പിറ്റേ ദിവസം കുട്ടിയോട് അമ്മ തന്നെ പറയുകയാണ്. ദ മദർ എക്സ്പ്ലെയിൻ ടു ദ ബ്രദർ. ഒരമ്മ സ്വന്തം മകൾ മരിച്ചത് സ്വന്തം മകനോട് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ. അമ്മ തന്നെയാണ് അമ്മയുടെ മകൾ മരിച്ച കാര്യം മകനോട് പറയുകയാണ്. സൺ, മകനെ, യുവർ ലിറ്റിൽ സിസ്റ്റർ, നിൻ്റെ കുഞ്ഞനിയത്തി വാണ്ടേർഡ് ഇൻ ടു അനദർ വേൾഡ്, മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. വാണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക എന്നാണ്. ഇവിടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അർത്ഥം മാറ്റുന്നു. യാത്രയായി, മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. ആൻഡ് ജേർണീഡ് ഓൺ സോ ഫാർ, വളരെ ദൂരത്തേക്ക് യാത്രയായി പോയിരിക്കുകയാണ്. ആൻഡ് ഷീ ലോസ്റ്റ് ദ ക്ലൂ ടു എർത്ത്, അവർക്ക് ഭൂമിയിലേക്കുള്ള വഴി ഇനി അറിയില്ല.
ആൻഡ് കുഡ് നോട്ട് ബി ബാക്ക് എനിമോർ. തിരിച്ചു വരാനും കഴിയില്ല. നിൻ്റെ കുഞ്ഞനിയത്തി ഈ ലോകം വിട്ട് യാത്രയായിരിക്കുന്നു. അവൾക്ക് ഈ ലോകത്തേക്ക്, ഈ ഭൂമിയിലേക്ക് വരാനുള്ള വഴി ഇനി അറിയില്ല, നഷ്ടപ്പെട്ടു. അവൾ ഒരിക്കലും തിരിച്ചു വരാതെ ഉള്ളൊരു യാത്രയിലേക്ക് പോയിരിക്കുകയാണ്, വളരെ ദൂരേക്ക് പോയിരിക്കുകയാണ്. The boy who was grieving for his little sister painted many pictures before he could gather the courage to see the same field that he saw with his sister once again. The boy, a കുട്ടി, who was grieving, സങ്കടപ്പെട്ടു. സ്വന്തം സഹോദരിയുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ആർക്കായാലും സന്തോഷമല്ലല്ലോ തോന്നുക, സങ്കടം. ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ, അവൻ്റെ കുഞ്ഞനിയത്തിയുടെ തിരോധാനത്തിൽ അല്ലെങ്കിൽ അവളുടെ ആ യാത്രയിൽ, മരണയാത്രയിൽ അവൻ ഒരുപാട് സങ്കടപ്പെട്ടു. പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ്, ഒരുപാട് ചിത്രങ്ങൾ അവൻ പെയിൻറ്റ് ചെയ്തു. ബിഫോർ ഹീ കുഡ് ഗ്യാദർ ദ കറേജ്, അവൻ ആ ധൈര്യം വീണ്ടെടുക്കാൻ വേണ്ടി അവൻ ഒരുപാട് ചിത്രങ്ങൾ അവൻ പെയിൻറ്റ് ചെയ്തു. ടു സീ ദ സെയിം ഫീൽഡ് ദാറ്റ് ഹി സോ വിത്ത് ഹിസ് സിസ്റ്റർ ഓൺസ് അഗൈൻ. അവൻ്റെ കുഞ്ഞനിയത്തിയും കൂട്ടി അവൾ കണ്ട ആ ഫീൽഡിൻ്റെ അതേ ചിത്രം തന്നെ അവൻ പല പ്രാവശ്യം വരച്ചു. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ് ആസ് ഹി സാറ്റ് ആൻഡ് വാക്ക്ഡ് എ സ്ട്രേഞ്ച് പവർ കെയിം ടു ഹിം. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ്, വളരെ വർഷം, അവന് ധൈര്യം ചോർന്നു പോകാതെയാണ് അവൻ ഈ ഓരോ കാര്യങ്ങളും ചെയ്തത്. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ് ആസ് ഹീ സാറ്റ് ആൻഡ് വാക്ക്, അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, എ സ്ട്രേഞ്ച് പവർ കെയിം ടു ഹിം, ഒരു അസാധാരണമായ ശക്തി അവനിലേക്ക് വന്നു. This strong feeling was like an answer to the longing in his heart since his little sister died. The strong feeling was, ഈ ഒരു അസാധാരണമായ ആ ഫീലിംഗ്, ആ പവർ, ആ ശക്തി was like an answer, ഒരു മറുപടി പോലെയായിരുന്നു. ടു ദ ലോങ്ങിങ് ഇൻ ഹിസ് ഹാർട്ട് സിൻസ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഡൈഡ്. തൻ്റെ കുഞ്ഞനിയത്തി മരിച്ച അന്നു മുതൽ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ മറുപടി പോലെയായിരുന്നു ആ ഒരു ശക്തി. This emotion seemed to answer the desire in his heart. ആ വികാരം, ദിസ് ഇമോഷൻ സീംഡ് ടു ആൻസർ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലമാക്കാനുള്ള ഒരു ഉത്തരമായി തന്നെയാണ് തോന്നിയത്. അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കുള്ള ഒരു മറുപടി, ആ ആഗ്രഹം നേടാനുള്ള പൂർത്തീകരിക്കാനുള്ള ഒരു മറുപടിയായിട്ടാണ് ആ വികാരവും ആ ഒരു തോന്നലും, അതേ ഫീലിങ് അവന് തോന്നിയത്. അത് ആരിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്? അവൻ്റെ സഹോദരിയോടുള്ള സ്നേഹം മനസ്സിൽ കിടക്കുന്നുണ്ട്. അവൾ നമുക്ക് തരുന്നതായിട്ടാണ്, ആ ലിറ്റിൽ സിസ്റ്റർ നമ്മുടെ മനസ്സിലേക്ക് അവൻ്റെ ധൈര്യം തരുന്നതായിട്ടാണ്, അല്ലെങ്കിൽ ലിറ്റിൽ സിസ്റ്ററുടെ മറുപടി ആയിട്ടാണ് തോന്നിയത്. ടു പുട്ട് ഇൻ ടു ദ വേൾഡ് സംതിങ് വിച്ച് ഷുഡ് മേക്ക് ദ മീനസ്റ്റ് ഹംബ്ലസ്റ്റ് സിറ്റിസൺ എ ലിറ്റിൽ ഹാപ്പിയർ ഓർ ബെറ്റർ. ഈ ലോകത്തിന് സമർപ്പിക്കാവുന്ന, അവരെ സന്തോഷിപ്പിക്കാനും അവൻ്റെ ഭാവനകൾ ശരിയായ രീതിയിൽ അവൻ്റെ കഴിവ് തിരിച്ചറിയാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് തന്നെ തോന്നി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിച്ചിരുന്ന ആരെയാണ്? അവൻ്റെ സിസ്റ്ററിനെ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, നമ്മളുടെ ഏതൊരു വർക്കും ഏറ്റവും മനോഹരമായി തീരും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ, അതിൻ്റെ പൂർണ്ണത മുഴുവൻ അവിടെ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് മനസ്സിലായി എന്താണ്, അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അവൻ്റെ കുഞ്ഞനിയത്തിയാണ്. അവളെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ വർക്കും അത്രത്തോളം പൂർണ്ണതയായിരുന്നു. അത് വളരെ മീനിങ് ആയിരുന്നു. മീനസ്റ്റ് ഹംബ്ലസ്റ്റ് സിറ്റിസൺ, വളരെ ആത്മാർത്ഥതയോടെ ഹംബിളായിട്ടുള്ള ഒരു വർക്കായിരുന്നു. ആൻഡ് ലിറ്റിൽ ഹാപ്പിയർ ഓർ ബെറ്റർ, അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അറ്റ് ലാസ്റ്റ് when he knew that his eye was true and his touch true, he took up the picture he had promised to paint for the
dear sister. At last, അവസാനം when he knew that his eye was true, അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ പറ്റി, and his touch sure, അവൻ്റെ പ്രവൃത്തികളെയും അവന് ഓരോന്നും ആ പ്രകൃതി ഭംഗി കാണുമ്പോൾ അത് അത്രത്തോളം മനോഹരമായിട്ട് അവൻ തോന്നി. he took up the picture he had promised, അവൻ വാഗ്ദാനം ചെയ്തിരുന്നു to paint for the sister, അവൻ്റെ സിസ്റ്ററിന് വേണ്ടി അവൻ അത് പെയിൻറ്റ് ചെയ്തതാണെന്ന് അവൻ വാഗ്ദാനം ചെയ്തത്. ആ വിചാരത്തോടെ തന്നെയാണ് അവൻ വർക്ക്ഡ് അറ്റ് ഈച്ച് അൻറ്റിൽ ഹി വാസ് ഫിനിഷ്ഡ്. ആ ചിത്രം പൂർത്തിയാക്കുന്നതുവരെ അവൻ ആ ഫീൽഡിനെ കുറിച്ച്, അതായത് അവനും അവൻ്റെ ലിറ്റിൽ സിസ്റ്ററും കൂടി അവസാനം പോയി നിന്ന ആ ഫീൽഡിനെ അവൻ വരയ്ക്കാൻ തുടങ്ങി. വരച്ചു കഴിഞ്ഞപ്പോൾ അവനിലുണ്ടായിരുന്നൊരു ഊർജം, അതായത് അവളോടുള്ള സ്നേഹം, അവളോടുള്ള സ്നേഹം, അവൻ്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ ആ സഹോദരിയോട് സ്നേഹമുണ്ടായിരുന്നോ ആ സ്നേഹം മുഴുവൻ അവന് ഊർജമായി വന്നു. അവൻ്റെ വർക്ക് അവൻ വളരെ ആത്മാർത്ഥമായ ഡെഡിക്കേഷനോടുകൂടി ചെയ്തു തുടങ്ങി. അതിനെ അവസാനം വരെയും അതിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കുന്നത് വരെയും അവൻ അവൾക്ക് കൊടുത്ത ആ വാഗ്ദാനം പാലിക്കുന്നത് പോലെ അവൻ ആ ചിത്രം പൂർത്തിയാക്കി. This is the better than all he has done before, the audience said. കാണികളെല്ലാം പറഞ്ഞു, this is the better than all he has done before. അവൻ ഇതിനേക്കാൾ മുൻപ് ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഏറ്റവും ബെറ്റർ ഏതാണ്? ഇതായിരുന്നു ഏറ്റവും ബെറ്റർ. It is surely beautiful, for it makes one happy to look at it. ആളുകൾ പറഞ്ഞു, it is surely beautiful, തീർച്ചയായും വളരെ മനോഹരമാണ്. ആൻഡ് ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്, അതിലേക്ക് നോക്കുന്ന ഏതൊരാളെയും അത് മനോഹരമാക്കി തീർക്കും. അത് മനോഹരം എന്ന് തന്നെ പറയാൻ സന്തോഷം ഉണ്ടാക്കും. ആ വർക്ക് ആര് കണ്ടാലും അവരിലേക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് യെറ്റ് മൈ ഹാർട്ട് ached as I did it, the artist said. അവസാനം and yet my heart ached as I did it. ഞാനിത് ചെയ്തപ്പോഴേ എൻ്റെ മനസ്സ് വേദനിച്ചു. The artist here is the little boy. The artist said, and he went back to the field. അവൻ വീണ്ടും തിരിച്ച് ഫീൽഡിലേക്ക് പോയി. I thought of her all the time I worked. ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും അവളെക്കുറിച്ച് ഓർക്കും. It was the sorrow that gave me power. ആ ദുഃഖം, അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ദുഃഖമാണ് എനിക്ക് തരുന്ന ശക്തി. എൻ്റെ ശക്തി വരയ്ക്കാൻ, കൂടുതൽ മനോഹരമായി ഓരോ കാര്യങ്ങളും ചെയ്യാൻ, എൻ്റെ വർക്കുകളെ കൂടുതൽ മനോഹരമാക്കുന്നത് അവൾ എൻ്റെ അടുത്തില്ലല്ലോ എന്ന് ഉള്ള ആ ദുഃഖം, അവളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ദുഃഖമാണ് എൻ്റെ ശക്തി. It seemed as if a soft voice of his long dead sister that spoke only to his heart answered back, not sorrow but love, and perfect love has all the good qualities in his gift, and from it comes all things except for happiness. It seemed as if a soft voice of his long dead sister that spoke only to his heart answered back. ഇതെല്ലാം പറയുമ്പോൾ അവൻ്റെ ഒരു സോഫ്റ്റ് വോയിസ്, അയാളുടെ അകാലത്തിൽ മരണപ്പെട്ടു പോയ അവൻ്റെ ആ കുഞ്ഞു പെങ്ങളുടെ ഒരു സൗണ്ട് അവൻ്റെ മനസ്സിലേക്ക്, ടു ഹിസ് ഹേർട്ട്, അവൻ്റെ ഹൃദയത്തിലേക്ക് ആൻസർ ചെയ്യും. അതായത് അവൻ്റെ കുഞ്ഞു പെങ്ങൾ പറയുന്നത് പോലെ ഒരു സ്വരം അവന് കേൾക്കാൻ പറ്റും, അവന് മാത്രം കേൾക്കാൻ പറ്റും. നോട്ട് സോറോ പറയുന്നല്ലോ, ഈ ദുഃഖമാണ് എൻ്റെ ശക്തിയെന്ന്. നോട്ട് സോറോ, ദുഃഖമല്ല, ബട്ട് ലവ്, സ്നേഹം. കുഞ്ഞു പെങ്ങളോടുള്ള കുട്ടിയുടെ സ്നേഹം, ദുഃഖമല്ല സ്നേഹം. ആൻഡ് പെർഫെക്റ്റ് ലവ് ഹാസ് ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ്. യഥാർത്ഥ സ്നേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവും. ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ്, അതാണ് അതിൻ്റെ ഒരു ഗിഫ്റ്റ്, സമ്മാനം. ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്. അത് സന്തോഷമല്ലാതെ മറ്റൊന്നും തരികയില്ല. ആ കുഞ്ഞു പെങ്ങളോട് അവന് യഥാർത്ഥമായ മനസ്സിൽ തൊട്ട സ്നേഹമുണ്ടായിരുന്നുകൊണ്ട് ആ സ്നേഹമാണ് ഇതിനെല്ലാം വഴിതെളിച്ചത്. ദുഃഖം എന്ന് പറയരുത്, അതെന്താണ്? ആ കുഞ്ഞു പെങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. ഹൗ ഡസ് വൺ ഫൈൻഡ് ഹാപ്പിനെസ്, ഇൻറ്ററപ്റ്റഡ് ദ ബോയ്. എങ്ങനെയാണ് ഒരാൾക്ക് ഹാപ്പിനെസ്, ഹൗ ഡസ് വൺ ഫൈൻഡ്, എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷം കാണാൻ പറ്റുക? ഇൻറ്ററപ്റ്റ് ദ ബോയ്ക്ക്, ആ കുട്ടിക്ക് പിന്നും ഒരു പ്രശ്നം, എങ്ങനെ സന്തോഷം കണ്ടെത്താനാകും? ഫൈൻഡിങ് ഹാപ്പിനെസ് ഇസ് എ സ്ട്രേഞ്ച് കേസ്. ഹാപ്പിനെസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വിചിത്രമാണ്. ഓൾ ആർ ഇൻ ദിസ് തോട്ട്, ഹൗ വിൽ യു ഫൈൻഡ് ഹാപ്പിനെസ്?
The answer seemed to be, if you want to find it for one's own self, that one must seek it for others. മറ്റുള്ളവരെ, അതായത് നമുക്ക് ആ സന്തോഷം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് ഈ സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്. മറ്റൊരാളെ സന്തോഷിപ്പിക്കുക. മറ്റൊരാളെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടായില്ല. മറ്റൊരാളുടെ സന്തോഷം കാണുക, മറ്റൊരാളെ നമ്മൾ സന്തോഷിപ്പിക്കുക. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം മറ്റൊരാളെ സന്തോഷിപ്പിക്കുക. ആ സന്തോഷത്തിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെയും സന്തോഷം. അങ്ങനെ on can find one's own happiness. Perfect love helps one to live without happiness. യഥാർത്ഥ സ്നേഹം സഹായിക്കും on to live without happiness. സന്തോഷമില്ലാതെ ജീവിക്കാൻ യഥാർത്ഥ സ്നേഹം മതി. His own heart answered to himself. And above all things it helps one to work and to wait. പണിയെടുക്കാനും അതിന് കാത്തിരിക്കാനും നമുക്ക് സാധിക്കണം, അതിന് കഴിയും. And above all things it helps one to work. ഒരാളെ പണിയെടുപ്പിക്കാൻ and to wait, കാത്തിരിക്കാനും സാധിക്കണം. But if it gives one happiness too, he asks eagerly. പെർഫെക്റ്റ് ആയിട്ടുള്ള ലവ് എപ്പോഴും എന്താണ്? എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഹാപ്പിനെസ്സും ഉണ്ടാവും. ആൻഡ് then it is called heaven. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്വർഗം എന്ന് പറയുന്നത്. എവിടെ സന്തോഷമുണ്ടോ, എവിടെ സ്നേഹമുണ്ടോ, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക. ഗിവ് ആൻഡ് ടേക്ക് എന്നാണ്. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. ബഹുമാനം അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് തിരിച്ച് ബഹുമാനം കിട്ടുകയുള്ളൂ. അതുപോലെ അങ്ങോട്ട് സ്നേഹിച്ചാലേ നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹം മനസ്സിലാക്കണം. എങ്ങനെ സ്നേഹിക്കണം? പകരം അങ്ങോട്ട് സ്നേഹം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുമ്പോൾ ആ കാണുന്നതാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. അതാണ് നമ്മളിലെ ഹാപ്പിനെസ്. അങ്ങനെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ സ്ഥലം അവിടെ എവിടെയാണോ അതാണ് സ്വർഗം. അത് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു കുഞ്ഞനിയത്തി പ്രവൃത്തിയിലൂടെ, അവളുടെ വേർപെടലിലൂടെ അവൾക്ക് ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ എന്താണ് മോറൽ? ഇതൊരു മോറൽ സ്റ്റോറിയാന്ന് പറഞ്ഞു. എന്താണ് ഇതിനകത്തുള്ള അനക്ഡോട്ട്? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? നമ്മൾ എല്ലാവരെയും എന്ത് ചെയ്യുക? സ്നേഹിക്കുക. എല്ലാ കാര്യങ്ങളും, ഒരു വർക്കായാൽ പോലും സ്നേഹത്തോടെ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരെ സ്നേഹിക്കുക. അവരുടെ ആ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരും. അത് കാണുന്നൊരു വ്യക്തിക്ക് ആ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം, അവരിലുണ്ടാകുന്ന സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. അങ്ങനെ സ്നേഹവും സന്തോഷവും നിൽക്കുന്ന കുടികൊള്ളുന്ന സ്ഥലം എന്താണ്? എപ്പോഴും ഒരു സ്വർഗത്തിന് തുല്യമാണ്. അപ്പോൾ ഈ ലെസൺ ഇവിടെ കഴിയുന്നു. ഇതിൻ്റെ മീനിങ് ഞാൻ നോട്ട്സായിട്ട് തരാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 12 ക്വസ്റ്റ്യൻ ആൻസറോളം ഉണ്ട്. അത് തനിയെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഗ്രൂപ്പിൽ തന്നെ തന്നേക്കാം കേട്ടല്ലോ. വർക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് പറഞ്ഞിട്ട് പലരും ചെയ്തിട്ടില്ല. ചെയ്യാത്തവരുടെ പേരുകൾ, ചെയ്തവരുടെ പേരുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്യാത്തവരുടെ പേരുകൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അത് ഓരോരുത്തരെ എണ്ണി ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും വീട്ടിൽ വിളിച്ചിട്ട് അത് പറയിക്കാൻ ഇടവരുത്തരുത്. ചെയ്യുക. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്. നന്നായിട്ട് ഇതിനകത്ത് പങ്കാളികളാകുക. അവരവരുടെ വർക്കുകൾ ചെയ്യുക. ഓക്കെ.